ഇപ്പോൾ എല്ലാവർക്കും മൊറോണോസ് ഗെയിമിലേക്ക് ഒരു കൂടെ സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി എക്സ്ട്രീം മോഡാണ് ഗൈസ്. ഓക്കെ, അത് എക്സ്ട്രീം മോഡ് സീറോ സ്കേപ്പാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ എസ്കേപ്പ് ആവാൻ നോക്കാം. മാക്സിമം നമ്മൾ നോക്കാം. ചിലപ്പം പറ്റത്തില്ല, എന്തായാലും ഞാൻ എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്യാം ഗൈസ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉള്ളത് നമ്മൾ ടെഡ് വെച്ച് എസ്കേപ്പ് ആവുന്നതാണ്. അപ്പം ആടല്ലോ, ആടൊക്കെ പറഞ്ഞ കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. നമ്മൾ എക്സ്ട്രീം മോഡാണ് കളിക്കുന്നത്. ഒക്കെ നേരെ നമുക്ക് വീടോട്ട് കിടക്കാം. ഒന്നാമത്തെ ദിവസം നമുക്ക് എന്തായാലും എസ്കേപ്പ് ആകാൻ പറ്റില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, എൻ്റെ ഭാഗത്തിൽ ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ വെയ്സ് എടുത്ത്, നമ്മൾ എപ്പോഴത്തെ പരിപാടിയാണ് വെയ്സ് എടുത്ത് സൈഡിൽ കൊണ്ടുപോകുക. അപ്പം തള്ളച്ചി പൊട്ടക്കളവയാണെ കൊണ്ട് പിന്നെ സൗണ്ട് കേട്ട് അങ്ങോട്ട് പോകും. അത് നമുക്ക് വിഷയമുള്ള കാര്യമില്ല. വെളിവില്ലാത്ത സ്ത്രീയാണ് ഗൈസ്. ഓക്കെ, ഇങ്ങോട്ടിടുക, നമ്മൾ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. വന്നു ഗൈസ്, കുറച്ച് ലാഗ് ഇഷ്യൂ ഉണ്ട് ഗൈസ്. അതാണ് ഇങ്ങനെ റിവർ വലിക്കുക. എന്നിട്ട് നമുക്ക് പായലും പൂപ്പിലുള്ള സ്ഥലത്തൊക്കെ പോകണം. ഈ പെട്ടിയൊക്കെ അങ്ങോട്ട് തട്ട് കയറുക. എന്നിട്ട് നമുക്ക് പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ എടുക്കുക. എന്നിട്ട് നമുക്ക് അടിയിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് അവിടെ പോയി സൗണ്ട് ഉണ്ടാക്കാം. അങ്ങ് പോയി സൗണ്ട് ഉണ്ടാക്കിയാൽ തള്ളച്ചി എന്തായാലും ഇങ്ങോട്ട് വരും. ഓക്കെ കേസ്, ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. ഗൈസ്, കുറച്ച് ലാഗിഷുണ്ട്, അതാണ് ഇങ്ങനെ. തള്ളച്ചി എന്തായാലും ഇപ്പം ആ വഴി പോകും. ഇപ്പം ഈ വഴി വരും ഗൈസ്. ഓക്കെ, ആവശ്യമുള്ള കാര്യമില്ല. നമ്മൾ പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ എങ്ങനെയെങ്കിലും വെച്ചിരിക്കും. ഈ നമ്മൾ മാക്സിമം വീഡിയോ കട്ട് ചെയ്തതാണ്. ക്രീക്കിംഗ് ഫ്ലോർസിൻ്റെ സൗണ്ടൊന്നും ഉണ്ടാക്കിയതാണ് ഈ സംഭവം. ഇപ്പോൾ തള്ളച്ചി സൗണ്ട് ഇട്ടപ്പോൾ അങ്ങോട്ടേക്ക് ഓടും. ആ സൗണ്ടുണ്ട്. നമ്മൾ ക്രീക്കിംഗ് ഫ്ലോർസിൻ്റെ ശബ്ദം ഉണ്ടാക്കിയതാണ് കേസ് പോണത്. ഇവിടെ എന്തായാലും ഒരു ക്രീക്കിംഗ് ഫ്ലോർസ് ആണ്. വാതിലങ്ങോട്ട് അടച്ചേക്കാം. നമുക്ക് നേരെ താഴോട്ട് പോകാം. എന്നിട്ട് നമ്മൾ പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ വയ്ക്കാം. അവിടെ തന്നെ ഒരു പാട്ടുണ്ട്, ഷോട്ട് ഗണ്ണിൻ്റെ പാട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഇഷ്യമില്ല. ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇനി അടുക്കളയിലോട്ട് പോകണം. ഇവിടെ തന്നെ ഒരു പാട്ടിൻ്റെ ഷോട്ട് ഗണ്ണുണ്ട്. അടുക്കളയിലോട്ട് പോകാം. തള്ളേനെ ഇതിൻ്റെ അയ്യോ, അത് വെച്ച് ഗൈസ്, ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ബാക്ക് യാർഡിൽ പോയി ഇതിന് സൗണ്ട് ഉണ്ടാക്കുക ഗൈസ്, അതേ ഒരു വഴിയുള്ളൂ. എന്നിട്ട് നമ്മൾ അടുക്കളയിലോട്ട് പോയിട്ട് അടുത്ത പാട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വീഴ്ത്തിയിട്ട് റെസ്റ്റി പാഡിലൊക്കെ അങ്ങോട്ട് എടുക്കുക ഗൈസ്. ഓക്കെ, വേറൊരു വർത്താനില്ല ഗൈസ്. ഡോർ എസ്കേപ്പും കാർ എസ്കേപ്പൊക്കെ വേണവർ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. ഒന്നോ എൻ്റെ ഡാർക്കെന്ന് പറഞ്ഞ ഡാർക്ക് ഗൈസ്. ഇനി ഒന്നുകൂടി നമുക്ക് തള്ളേനെ ശബ്ദം കേട്ടോടെ വയ്പ്പിക്കാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് അടുത്ത ഗണ്ണിൻ്റെ പാട്ട് കൊണ്ട് വയ്ക്കാം. ഇവിടെ ക്രീക്കിംഗ് ഫ്ലോർസിന് ശബ്ദമില്ല. എന്നിട്ട് പൂട്ടാൻ തള്ളേനെ. ഓക്കെ, വേറെ വർത്താനമില്ല. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വീഴ്ത്തിയിട്ട് ഇവിടെ ചെന്നങ്ങനെ നൈസായിട്ടിരിക്കും. അപ്പോൾ പന്നത്തോടെ ശബ്ദം കേട്ട് പൊട്ടിക്കളായി ശബ്ദം കേട്ടിപ്പോൾ അങ്ങോട്ട് വെച്ചോളും. നമുക്ക് ആ സമയം കൊണ്ട് സ്ക്രൂ ഡ്രൈവർ അങ്ങോട്ട് വീഴ്ത്താം. വേറെ ഒരു വർത്താനില്ല. ഓഹ്, ഇതെന്തോ റോക്കറ്റോ, ഈ റോക്കറ്റ് പോണത്. ഇതൊക്കെ സൗണ്ടൊക്കെ ഇടാം. ഇനി ബങ്കറിൻ്റെ സൗണ്ട് എനിക്ക് കേട്ട് അതോടെ വെച്ചിരുന്ന ബങ്കറിൻ്റെ സൗണ്ടോട്ട് തള്ള എന്തായാലും സ്പോണാവും. നമുക്ക്
പെട്ടെന്ന് തന്നെ സ്ക്രൂ ഡ്രൈവർ വീഴ്ത്താൻ പറ്റും. അപ്പോൾ കള്ളത്തള്ള എന്തായാലും സ്പോണായി കാണും, ഉറപ്പാണ്. നമുക്ക് ക്രിക്കിംഗ് ഫ്ലോഴ്സിൻ്റെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പോകാം ഗൈസ്. ഓക്കെ, മാക്സിമം ക്രിക്കിംഗ് ഫ്ലോഴ്സിൻ്റെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പോകാം. നമുക്കിനി സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. കണ്ടിട്ടുണ്ട് നമുക്ക് ഈ തള്ള കണ്ടു ഗൈസ്. ഇനി നമുക്ക് വീഡിയോ ലോങ് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കുള്ള സ്റ്റോറേജ് ഇല്ല ഈ ഫോണിൽ. അതുകൊണ്ട് നമ്മൾ മാക്സിമം കട്ട് ചെയ്തിടും. നമുക്ക് റെസ്റ്റി പാഡിലൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് സൗണ്ട് തള്ള എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും. നമുക്ക് ആ സമയം കൊണ്ട് താഴെ പോയി കുറച്ച് പണിയുണ്ട്. നമ്മൾ ക്രീക്കിംഗ് ഫ്ലോഴ്സിൻ്റെ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഗൈസ്. ഓക്കെ, ഗൈസ് തള്ള ഇപ്പോൾ സൗണ്ട് ഇട്ട് ആ വഴി പോകും. അപ്പോൾ നമ്മൾ നേരത്തെ ട്രിക്ക് വാതിടയ്ക്കുക, നമ്മൾ ഒരു രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കാതെ ഗൈസ് പോണത്. ഇതൊക്കെ നമുക്ക് അടച്ചിടാം. നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്കിനി ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. അപ്പം തള്ളച്ചി സൗണ്ട് ആയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരും. റോക്കറ്റ്, നാസയിലെ റോക്കറ്റ് കിട്ടാൻ മതി, ഇപ്പോൾ ഇങ്ങോട്ട് വരും ഗീസ്. ഓക്കെ, ഇത് റോക്കറ്റല്ല, ജെറ്റ് വിമാനമെന്ന് തോന്നുന്നു. എന്ത് സ്പീഡാടോ. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നൈസായിട്ട് തള്ളാൻ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടിടാം. ഇനി നമുക്ക് ഗണ്ണെടുക്കാം. ഗണ്ണെടുത്ത് പായലും പൂപ്പിലുള്ള സ്ഥലമില്ലേ, അങ്ങോട്ട് പോകണം. ഒക്കെ പോകേണ്ടി വരും. ട്രാപ്പല്ലോ. ഈ തള്ള വീണ്ടും സ്പോണാകുമ്പോൾ നമ്മൾ വീണ്ടും എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ചു ഗ്രാനിയൊന്നു. തള്ള എന്തായാലും പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം. തള്ള ഇപ്പം എന്തായാലും വരും. തള്ള അവിടെ എന്തോ സൗണ്ട് ഉണ്ടാക്കി ഗൈസ്. തള്ള ഇപ്പം തന്നെ തള്ള സൗണ്ട് തൊട്ട് ഇപ്പം ഇങ്ങോട്ട് വരും ഗൈസ്. ഓടിച്ചാടി ജിഞ്ചിൻഡാക്കടി ജിഞ്ചിൻഡാക്കടി എന്നിട്ട് നമ്മൾ നൈസായിട്ട് ജസ്റ്റ് മിസ്. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ബാക്ക് യാർഡ് പോകണം. ബാക്ക് യാർഡ് പോയിട്ട് മറ്റേ അതുണ്ടല്ലോ, അത് നമ്മൾ ബുക്ക് വെച്ചില്ല, ഇതായിട്ട് ബുക്ക് വെച്ചിട്ടില്ല. അതാണ് വേറെ വിഷയം. ഗ്രാനി ഈസ് നോ ഗോൺ ഫോർ. ഇത് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. തള്ള എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും. ഇപ്പോൾ തള്ള പടിയാവും. അപ്പോൾ നമ്മൾ വുഡൻ സ്റ്റിക്ക് എടുത്ത് നൈസായിട്ട് നമുക്ക് നമ്മളെ കൊണ്ടിടാം. തള്ള ഇപ്പം എന്തായാലും ഇങ്ങോട്ട് വരും ഗൈസ്, ഉറപ്പാണ്. നമുക്ക് നൈസായിട്ട് പോവാം ഗൈസ്. ഇത്ര ഓക്കെയാണ്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കും ഗൈസ്. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ട് എടുക്കുക. തള്ളച്ചിന് മാംസം പൊട്ടിച്ചിതറി ചീന്തി ഗൈസ്. ഓക്കെ, ഇപ്പോൾ അവിടെ സൗണ്ട് ഉണ്ടാവും. തള്ളേരെ സ്പീഡുണ്ടാവും ഗൈസ്, ഒടുക്കത്തെ സ്പീഡാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ തന്നെ സൗണ്ട് ഉണ്ടാക്കി കൊടുക്കാം.
അതാകുമ്പോൾ അവിടെ തന്നെ വയ്ക്കോളും. ചെയ്യുന്നു പോതള്ളേ. ഗൈസ് നമുക്ക് വീണ്ടും പായന് മുമ്പിലുള്ള സ്ഥലത്ത് പോകാം. എന്നിട്ട് ഫീസ് ട്രാപ്പ് ഒന്നുകൂടി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗണ്ണെടുത്തോട്ട് വരാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് വെപ്പൻ്റെ അമോ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഗൈസ് ഇപ്പോൾ തള്ള ഇഞ്ചിണ്ടാക്കി ആയിട്ട് അപ്പം അങ്ങോട്ട് പോകും. നമുക്ക് ആ സമയം കൊണ്ട് ഗൈസ് തള്ള ഇപ്പം അങ്ങോട്ട് പോകും. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ തള്ളേനെ നൈസായിട്ട് ഉണ്ടോ മാറി നിൽക്ക് തള്ളേ. ഈ തള്ള ഇപ്പം അമ്പടി ജിഞ്ചിണ്ടാക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരും. നമുക്ക് കാക്കേരെ ഫീസ് ട്രാപ്പ് ഒരേ സമയത്ത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ തള്ള സമയത്ത് ഇങ്ങോട്ട് വരും. നമുക്ക് ഫ്രീസ് ട്രാപ്പ് എടുത്ത് അല്ലെങ്കിൽ വേണ്ട ഇതെടുത്ത് ഇങ്ങോട്ട് റിമോട്ട് കൺട്രോൾ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി ചെയ്യാം. ഫീസ് ട്രാപ്പ് ഒന്നുകൂടി എടുക്കാം. വളക്കണം ഓടിയാവും. തള്ള ഇപ്പോൾ ഓടിയാം ഗൈസ്. ഓക്കെ എന്നിട്ട് നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് വലിച്ചെറിയാം. എല്ലായിടത്തും ഇങ്ങോട്ട് വലിച്ചെറിയാം ഗൈസ്. ഓക്കെ തള്ളയിപ്പം ഇങ്ങോട്ട് വരും. അതങ്ങനെ നമുക്ക് ഫ്രീസ് ട്രാപ്പ് എടുക്കാം. ഈ തള്ളയിപ്പം ഇങ്ങോട്ട് വരും. ഡോറടയ്ക്കാൻ മറന്നു പോവുമല്ലോ ഗൈസ്. ഇനി നമുക്ക് തള്ളേനെ മറ്റേ പുകയ്ക്കാൻ റൂമിലിട്ട് കൊടുക്കാം. ഗൈസ് എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് തള്ള ഇപ്പോൾ റോക്കറ്റ് മാതിരി ഇപ്പം ഇങ്ങോട്ട് പോകും. അപ്പം ഗൈസ് ഈ വീഡിയോ നമ്മൾ മാക്സിമം കട്ട് ചെയ്തിട്ട് ഇടണം. കാരണം ലോങ് പറ്റത്തില്ല. നമുക്ക് ഓക്കെ സെറ്റ്. നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ഇതെടുക്കാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് ബാക്ക് യാർഡിൽ പോയി സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ അതാണ് നമ്മളൊരു പരിപാടി. അപ്പം തള്ള എന്തായാലും ബാക്ക് യാർഡിൽ നിന്ന് സൗണ്ട് കേട്ട് ബാക്ക് യാർഡിൽ തന്നെ വെച്ചോളാം. നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും വരത്തില്ല. തള്ള വെറും 15 സെക്കൻഡത്തേക്ക് മാത്രമാണ് സ്പോൺ ആവുന്നത്. കാര്യമില്ല. കാരണം ഇതിനപ്പുറം നമ്മൾ മാറിക്കിടന്നിട്ടുണ്ട്. ഇങ്ങോട്ട്
ഇങ്ങോട്ട് വയ്ക്കുക, അത്രേ ഉള്ളൂ. തള്ള ഇപ്പം അമ്പടി ജീണ്ടാക്കി റോക്കറ്റ് പറഞ്ഞാൽ അതിരിപ്പം ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യമില്ല ഗൈസ്. എന്തായാലും നമ്മൾ സിവറിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം ചാവും, അത് ഉറപ്പാണ്. കാരണം എനിക്ക് വലിയ ട്രിക്കൊന്നും അറിയത്തില്ല. അറിയാം നമുക്കൊന്നും. ഇവിടെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. സെൻറ്ററിൽ എനിക്ക് ഇനി ബുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക് യാർഡിൽ പോവാം. ബാക്ക് യാർഡിൽ പോയി ഉടനെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ബാക്ക് യാർഡിൽ പോകുമ്പോൾ ബുക്ക് കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. വേറെ കൊടുത്താനില്ല ഇനി. ഓക്കെ, തള്ള എന്തായാലും ഇവിടെ തന്നെ ഇപ്പം ബുക്ക് എടുത്ത് നൈസായിട്ട് കൊടുക്കാം തള്ളയ്ക്ക്. നമുക്ക് മോടി മുകളിലോട്ട് പോകാം. പെട്ടെന്ന് തള്ള ഇപ്പം എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും. നമുക്ക് ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ വുഡൻ സ്റ്റിക്ക് ഇങ്ങോട്ട് എടുക്കാം. തള്ള സൗണ്ടും കേട്ട് മറ്റേ റോക്കറ്റ് അത് നമ്മളെപ്പോഴും പറയണ്ടാവില്ലേ, മാറ്റിപ്പിടി. തള്ള ഇപ്പം ജിഞ്ചുണ്ടാക്കി കയറ്റി ഇപ്പം ഇങ്ങോട്ട് ഓടിച്ചടി പടിഞ്ഞു വരും കേസൊക്കെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നേരെ മറ്റേ സിവറിൻ്റെ സൈഡിലുള്ള ഡോറുണ്ടല്ലോ, അവിടെ കൊണ്ട് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമുക്ക് സ്പൈഡർ കീ എടുക്കുക, തുറക്കുക, താഴോട്ട് ചാടുക. പിന്നെ ഒരു വർത്താനില്ല. ഇനി നമുക്ക് ഇങ്ങോട്ടിടാൻ നോക്കാം. കോഴ്സ് നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് നേരെ സ്പൈഡർക്ക് എടുക്കാൻ പോവാം. ആരെയാണ് ഡേഞ്ചർ കേസ്? താഴെ അതിനെക്കാട്ടും വലിയ ഡേഞ്ചറാണ് കേസ്. ഓക്കെ, എല്ലാം നമുക്ക് പെട്ടെന്നോട്ടം ചെയ്യാം. ചെയിൻ കട്ടർ എടുത്തിങ്ങോട്ടേക്കാം, ഇങ്ങോട്ട് എടുക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. ഉടൻ സ്റ്റിക്ക് വെച്ചുകൊണ്ട് നമ്മളിനി ഉടൻ സ്റ്റിക്ക് എടുത്ത് വയ്ക്കാൻ പോകണം സുഹൃത്തുക്കളെ. ഓക്കെ, ഇനി നമ്മൾ ഒരു ദിവസം ചത്താലും സീനൊന്നുമില്ല. തള്ള ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകും, സ്പൈഡർ തള്ള. പക്ഷേ സ്പൈഡർ തള്ള സ്പീഡ് എൻ്റെ മോനെ ഗയ്സ്. ഇനി നമ്മൾ ഇമ്പോസിബിൾ മോഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. നിങ്ങളത് പക്ഷേ അത് ഞാൻ 100K സബ്സ്ക്രൈബ് ചെയ്തു. ഗൈസ് അപ്പം നമ്മൾ എക്സ്ട്രീം മോട്ട് നമ്മൾ സീറോ സ്കേപ്പ് ആണ് ഗൈസ് സുഹൃത്തുക്കളെ. ഇതൊന്നും നമുക്ക് വിഷയമില്ല. ഡേ 4 ആണെങ്കിൽ ഡേ 5 ആണെങ്കിൽ നമ്മൾ എക്സ്ട്രീം മോഡ് കംപ്ലീറ്റ് ഉണ്ട്. നമ്മൾ ഇനി 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ 1K അടിച്ചാൽ 1K ആണ് ടാർഗറ്റ്. ഇതിൽ ഗൈസ് കഷ്ടപ്പെട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ലൈക്ക് ചെയ്ത് ഈ ബാഗ് അങ്ങോട്ട് തുറക്കുക. ഒരു വിഷയമുള്ളൊരു കാര്യമാണ്. അപ്പം ഓക്കെ, ബൈ. Okay guys, bye.